കണ്ണൂർ പാലത്തായി പീഡനക്കേസിൽ ബിജെപി നേതാവ് പത്മരാജനെതിരായ ശിക്ഷാവിധി ഇന്ന് പ്രഖ്യാപിക്കും. ഇയാളെ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. തലശ്ശേരി പോക്സോ പ്രത്യേക കോടതിയാണ് വിധി പറയുന്നത്. 4ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് വിധി. പത്മരാജനെതിരെ ബലാത്സംഗ കുറ്റം തെളിഞ്ഞുവെന്ന് കോടതി കണ്ടെത്തി. 2020 ജനുവരിയിലാണ് 4ാം ക്ലാസ്സുകാരിയായ വിദ്യാർത്ഥിനി അധ്യാപകൻ പത്മരാജൻ പീഡിപ്പിച്ചത്. ബിജെപി തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു പത്മരാജൻ. എന്തായാലും ഇയാൾ കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയ സാഹചര്യത്തിൽ പരമാവധി ശിക്ഷ അതുതന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. തലശ്ശേരി പോക്സോ പ്രത്യേക കോടതിയാണ് ഇന്ന് ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത്. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, വലിയ ഞെട്ടലുണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു. അതിൽ ഇന്ന് ശിക്ഷാവിധി പ്രഖ്യാപിക്കാൻ പോകുന്നു. എപ്പോഴായിരിക്കും വിധി പ്രഖ്യാപിക്കുക? എന്താണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും ഏറെ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ ഒരു കേസിലാണ് ഇന്ന് തലശ്ശേരി അതിവേഗ കോടതി ശിക്ഷാവിധി പ്രസ്താവിക്കുന്നത്. എന്തായാലും ആദ്യം തന്നെ ഈ കേസിൽ വിധി പ്രസ്താവിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 11:30യോട് കൂടി തന്നെ ഈ കേസിൽ വിധി വരും. നമുക്കറിയാം, ഏറെ വിവാദമായ ഒരു കേസാണ്. 4ാം ക്ലാസ്സുകാരിയെ ഇത്തരത്തിൽ സ്കൂളിലെ ശുചിമുറിയിൽ കൊണ്ടുപോയി 3 തവണ പീഡിപ്പിച്ചു, അതും അധ്യാപകൻ തന്നെ പീഡിപ്പിച്ചു എന്ന കേസ്. BJP പ്രാദേശിക നേതാവായ പത്മരാജൻ ആണ് ഈ കേസിലെ പ്രതി. 2020 ജനുവരിയിലും അതുപോലെ തന്നെ ഫെബ്രുവരി 2 മാസത്തിന് ഇടയിൽ ഇത്തരത്തിൽ 3 തവണ പീഡിപ്പിച്ചു എന്നാണ് ഈ കേസ്. വലിയ കോളിളക്കമുണ്ടാക്കി. ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ 4 തവണ ഇത് അന്വേഷണ സംഘം മാറുന്ന സാഹചര്യമുണ്ടായി. ഇത്തരത്തിൽ 5 വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ വിധി വരുന്നത് എന്നതും വളരെ പ്രാധാന്യമാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ കേസിൽ ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. എന്തായാലും ആദ്യം തന്നെ ഈ കേസ് പരിഗണിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസിൽ നേരത്തെ വലിയ വിവാദങ്ങൾ ഉയർന്നിരുന്നതിൽ ഏറ്റവും പ്രധാനം ഇതിൽ തളിപ്പറമ്പ് DYSP ആയിരുന്ന രത്നകുമാർ ആയിരുന്നു ഇതിൽ ഏറ്റവും അവസാനമായി കേസ് അന്വേഷിച്ചിരുന്നത്. അതിൽ പ്രതിഭാഗം വലിയ ആരോപണമൊക്കെ ഉന്നയിച്ചിരുന്നു. ഇയാൾ ഈ ACPക്കെതിരെ ഇയാൾ പിന്നീട് കണ്ണൂർ ACP ആയിരുന്നു. ഇപ്പോൾ ഇദ്ദേഹം തളിപ്പറമ്പിൽ ശ്രീകണ്ഠാപുരത്ത് LDF സ്ഥാനാർത്ഥിയാണ്. അത്തരത്തിൽ ഇപ്പോഴും ഇതിനെതിരെ ഈ അന്വേഷണ സംഘത്തിനെതിരെ വലിയ തോതിൽ ആരോപണം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കേസിലാണ് വളരെ പ്രധാനപ്പെട്ട വിധി വരുന്നത്. ഈ കേസിൽ 49 സാക്ഷികളെ ഹാജരാക്കിയിരുന്നു. ഏറ്റവും പ്രധാനം ഈ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന ശുചിമുറിയിൽ നിന്നും രക്തക്കറ കണ്ടെത്താനായി 2023 മെയ് മാസത്തിലാണ് ഏറ്റവും ഒടുവിലായുള്ള 4ാമത്തെ സംഘം അന്വേഷിച്ചപ്പോൾ ഇത്തരത്തിലൊരു ശാസ്ത്രീയ തെളിവുകൾ കണ്ടെത്തി. ഈ ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നതും. എന്തായാലും 11:30യോടുകൂടി ഈ കേസിൽ വിധി വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതും. ശരി, KV ബൈജു ആണ് വിശദവിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം. ഇടവേളയ്ക്ക്